പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇതാണ് കോജിയുടെ പുതിയ കണ്ടുപിടുത്തം, രശ്മി റോളർ. ഇത് ഫണ്ടൂഷ് നഗറിലെ തകർന്ന് തരിപ്പണമായി കിടക്കുന്ന റോഡുകളെയെല്ലാം പളങ്ക് പോലെ സ്മൂത്താക്കി മാറ്റും. പക്ഷേ ഈ മെഷീനിൽ ഈ സ്പെഷ്യൽ മിക്സ് ഒഴിക്കണം, പിന്നെ വെള്ളം മിക്സ് ചെയ്യണം, എന്നിട്ട് ഈ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്ന റോഡിലൂടെ ഓടിക്കണം. പിന്നെ ഒരു സെക്കൻഡിനുള്ളിൽ ഈ റോഡിലെ കുഴികളെല്ലാം മായായി മറഞ്ഞു പോകും. അമ്മാവാ, എല്ലാവർക്കും കോജിയങ്ങളുടെ പുതിയ കണ്ടുപിടുത്തത്തിന്റെ പവർ ഒന്ന് കാണിക്കേ. വിഷമിക്കണ്ട മോനെ, ദേ ഇപ്പൊ തന്നെ കാണിച്ചു കൊടുത്തേക്കാം. ചേടാ, കുറച്ചു മുന്നേ ഇവിടെ മൊത്തം കട്ടറായിരുന്നു. ഇപ്പൊ നോക്കിയപ്പോ ഒന്നും തന്നെ കാണുന്നില്ല. കൊള്ളാലോ, ഈ ഗോജിയുടെ കണ്ടുപിടുത്തങ്ങൾ സത്യത്തിൽ ഒരു സംഭവം തന്നെയാണ്. അടിപൊളിയായിരിക്കുന്നു ഗോജി, കൊള്ളാം. ഇത് റോഡുകൾക്കുള്ള ഒരു ബ്യൂട്ടി പാർലർ ആണെന്ന് തോന്നുന്നല്ലോ. ആ കോൺട്രാക്ടർ രാമിന്റെ റോഡുണ്ടല്ലോടോ, അത് 6 മാസത്തിൽ കൂടുതൽ നിൽക്കാറില്ല. ഇപ്പൊ ഈ രശ്മി റോളർ ഫണ്ടൂഷ് നഗറിലെ റോഡുകളുടെ തിളക്കം മിനുമിനുത്തതാക്കി മാറ്റാൻ പോന്നു. വളരെ നന്ദിയുണ്ട് പോലീസ് മാഡം. പക്ഷേ ഈ രശ്മി റോളറിന് വെള്ളം കുറെ വേണ്ടി വരും. അതോർത്ത് നിങ്ങൾ വിഷമിക്കണ്ട. വെള്ളത്തിനുള്ള ടാങ്കറൊക്കെ ഞാൻ എപ്പോഴേ ഓർഡർ ചെയ്ത് കഴിഞ്ഞു. റോഡിന് മേക്കപ്പ് ഇടുന്ന കാര്യം മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. കോജിയുടെ ഈ കണ്ടുപിടുത്തം കാരണം എനിക്ക് റോഡ് നിർമ്മിക്കാനുള്ള പണി പോകുമെന്നാ തോന്നുന്നത്. ഇനി ഞാൻ പെരുവഴിയിലായി പോവല്ലോ. ഇപ്പൊ എന്താ ചെയ്യേണ്ടത്? ഈ രശ്മി റോളർ എങ്ങനെയാ വർക്കാവുന്നത് അതൊന്ന് കാണണമല്ലോ. ഇവരുടെ ഈ പരിപാടിയെല്ലാം കൊളാക്കിയില്ലെങ്കിൽ എന്റെ പേര് വിലാവട്രാമെന്നായിരിക്കില്ല. ആ പേരങ്ങ് മാറ്റിയേക്ക. കേമമായി ഇതാ വെള്ളത്തിന്റെ ടാങ്ക് എത്തിക്കഴിഞ്ഞു. എന്നാ പിന്നെ ഇനി പണി തുടങ്ങിക്കളയാം. ഡ്രൈവർ, ഈ മെഷീനിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്ക. ഈ മിലാവട്രാം എന്താ ചെയ്തെന്നറിയാവോ? എല്ലാ സാധനങ്ങളിലും മായം ചേർക്കും. നിങ്ങളുടെ ഈ റോഡ് പണിയുണ്ടല്ലോ, അത് ഞാൻ തകർത്ത് തരിപ്പണമാക്കി തരാം. അമ്മാവാ, ആ ഡ്രൈവറിന്റെ ഷൂസ് ഒന്ന് നോക്കിക്കേ. വെട്ടിത്തിളങ്ങുന്നുണ്ടല്ലോ. അത് വളരെ കോസ്റ്റ്ലി ആണെന്നാ തോന്നുന്നേ. എന്നാ പിന്നെ ഞാൻ രശ്മി റോളർ ഓടിക്കാൻ പോവാട്ടോ. മിലാവട്രാം മായം ചേർത്ത് കഴിഞ്ഞു. രശ്മി റോളർ കൂടെ ഈ സ്പെഷ്യൽ മിക്സ് പൗഡർ. ഇനി ഇവിടെ ഒരു അത്ഭുതവും നടക്കില്ല. ഞാൻ ഈ വെള്ളം മൊത്തവും മായം ചേർത്ത് വച്ചിരിക്കുക. അമ്മാവാ, വാ, നമ്മുടെ ജോലി കഴിഞ്ഞു. എന്തൊരു സ്മൂത്ത് റോഡാ, കാറ്റിൽ പറക്കുന്ന പോലെ ഒരു ഫീലിംഗ്. എന്തായി പറ്റിയത്? അയ്യോ, ഞാൻ ശരിക്കും പറക്കാണില്ല. എടാ ബഹദൂറേ, ഒരിക്കലെങ്കിലും ബ്രേക്ക് ഒന്ന് പതുക്കെ അടിച്ചൂടെ? നീ റോഡ് മൊത്തം ഡാമേജ് ആക്കി വെച്ചിരിക്കുക. അല്ല മാഡം, ഇവിടെ എന്തോ പന്തികേട് സംഭവിച്ചിട്ടുണ്ട്. ഇവിടുത്തെ റോഡ് മൊത്തം പപ്പടം പോലെ തകർന്ന് തരിപ്പണായല്ലോ. എടോ ഖോജി, എന്തു പറ്റിയടോ? തന്റെ ഈ രശ്മി റോളർ പപ്പടം പൊടിക്കുന്ന മെഷീനാണോ? ഇപ്പൊ ഈ റോഡ് മൊത്തം ഡാമേജ് ആക്കി ഇട്ടിരിക്കുന്നല്ലോ. ഇപ്പൊ ഈ റോഡിന്റെ കണ്ടീഷൻ മുമ്പുള്ളതിനേക്കാൾ വളരെ മോശമായില്ലേ? എന്ത് കഷ്ടായത്. ആലോചിച്ചിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല. അതൊക്കെ എങ്ങനെ സംഭവിക്കോ? ഈ റോഡ് കോൺട്രാക്ടിന്റെ ജോലി നിങ്ങൾ ഭ്രാന്ത് പിടിച്ച ഏതെങ്കിലും സയന്റിസ്റ്റിന്റെ കയ്യിലോട്ട് കൊടുത്താലേ ഇങ്ങനെ നടക്കും പോലീസ് മാഡം. ഞാൻ ഉണ്ടാക്കുന്ന റോഡുണ്ടല്ലോ, കുറഞ്ഞത് 6 മാസമെങ്കിലും നിലനിൽക്കും. പക്ഷേ കോജി ഉണ്ടാക്കിയ റോഡുണ്ടല്ലോ, അതിന് വെറും 6 മിനിറ്റ് പോലും നിലനിൽപ്പില്ല. കോജി അങ്കിൾ, ഇതിലെന്തോ പ്രശ്നം സംഭവിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നില്ലേ? ഇതിലേതാ പ്രശ്നം? രശ്മി റോളറിലോ അതോ സ്പെഷ്യൽ മിക്സ് പൗഡറിലോ? ഞാൻ എന്റെ രശ്മി റോളറിനെയും അതിലൊഴിക്കുന്ന മിക്സും രണ്ടും ചെക്ക് ചെയ്തതാണ്. അതിൽ രണ്ടിലും ഒരു പ്രശ്നവുമില്ല. പിന്നെ അതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുത്തത് വെള്ളം മാത്രമാണ്. ഐഡിയ, ഇപ്പൊ സംഗതി പിടികിട്ടി അങ്കിളെ. നിനക്ക് എന്താ മനസ്സിലായത് അനന്തരവാ? കോജി അങ്കിൾ, നിങ്ങൾ എല്ലാം ചെക്ക് ചെയ്തു. പക്ഷേ സ്പെഷ്യൽ മിക്സിൽ യൂസ് ചെയ്ത വെള്ളം ഉണ്ടല്ലോ, അത് ചെക്ക് ചെയ്തിട്ടില്ലല്ലോ. ചിലപ്പോ അതിലെന്തെങ്കിലും മായം ചേർത്തിട്ടുണ്ടെങ്കിലോ?
നീ പറഞ്ഞത് ശരിയാണ് അനന്തരവ. ഈ വെള്ളത്തിൽ ആരോ മായം ചേർത്തിരിക്കുന്നു. അല്ല, ഇത് അതേ ഷൂസ് ആണല്ലോ. ആ വാട്ടർ ടാങ്കറിന്റെ ഡ്രൈവറും ഇതേ ഷൂസ് ആണ് ഇട്ടത്. അതായത് മിലാവട്ട് രാമങ്കളാണ് ഇതിൽ എന്തോ മായം ചേർത്തിട്ടുള്ളത് അല്ലേ? അതെ, എന്തിനായി പിച്ചുമ്പൈ പറയുന്നേ? അതൊക്കെ വെറും കള്ളോ. ചക്ക, നീ എന്റെ പേര് നശിപ്പിക്കാനായിട്ട് വെറുതെ തോന്നിയതൊക്കെ വിളിച്ച് പറയില്ല കേട്ടോ. കാണാൻ ഒരുപോലെയുള്ള 2 ജോഡി ഷൂസ് വേറെ ഒരിടത്തുമില്ലേ? അപ്പറഞ്ഞത് ശരിയാണല്ലോ ചെറുക്ക. എന്റെ അനന്തരവ ഈ മിലാവട്ട് രാമനെ അങ്ങ് വിട്ടേക്ക്. നമുക്ക് വീണ്ടും ഫണ്ടൂഷ് നഗറിലെ റോഡുകൾ ശരിയാക്കാമെന്നേ. അതെ അമ്മാവാ, പക്ഷെ ഇപ്രാവശ്യം നമുക്ക് വെള്ളം ടാങ്കറിന്ന് വേണ്ട. എന്നാ പിന്നെ അത്രയ്ക്ക് വെള്ളത്തിന് നമ്മൾ എവിടേക്കാ പോവാ? കോജി അങ്കിൾ കിണർ വെട്ടാൻ ഒരു മെഷീൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ടല്ലോ. അത് വെച്ച് നമുക്ക് ഇവിടെ തന്നെ ഒരു കിണർ വെട്ടാം. ആ വെള്ളം തന്നെ നമുക്ക് റോഡിടാൻ യൂസ് ചെയ്യാന്നേ. ഇനി ഞാൻ ആ വെള്ളത്തില് മായം ചേർത്തില്ലെങ്കിലേ എന്റെ പേര് മിലാവട്ട് റാം എന്നായിരിക്കില്ല. മിലാവട്ട് റാം ഓരോ സാധനത്തിലും മായം ചേർക്കുന്നതാണ് പതിവ്. ഞാനിപ്പോ അതിൽ എന്തൊക്കെയാ മിക്സ് ചെയ്യാൻ പോകുന്നതെന്ന് ഇപ്പൊ ഞാൻ കാണിച്ചു തരാം. ഇവന്മാരൊക്കെ കൂടിച്ചേർന്ന് പറഞ്ഞതുപോലെ ഒരൊറ്റ രാത്രി കൊണ്ട് കിണർ വെട്ടിയല്ലോ. കോജി പുതിയ പുതിയ സാധനങ്ങളൊക്കെ കണ്ടുപിടിക്കുന്നുണ്ട്. പക്ഷേ കോജി കണ്ടുപിടിക്കുന്നതെല്ലാം ഞാൻ ഫ്ലോപ്പ് ആക്കി മാറ്റും. ഈ കിണറ്റിലെ വെള്ളത്തിലും ഞാൻ മായം ചേർത്ത് കഴിഞ്ഞാ പിന്നെ അവരെന്താ ചെയ്തെന്ന് ഞാനൊന്ന് നോക്കട്ടെ. കോജി നല്ല നല്ല റോഡുകൾ ഉണ്ടാക്കുന്നത് എനിക്കൊന്ന് കാണണം. ചെക്ക, നീ ഇപ്പോഴും കിണർ വെട്ടിക്കൊണ്ടിരിക്കുകയാണോ? നീ ശരിക്കും അത് വിശ്വസിച്ചോ? ഞങ്ങൾ ഒറ്റ രാത്രി കൊണ്ട് കിണർ കുഴിച്ചു എന്ന് പറയടാ. എടോ, ഇത് കിണറല്ല, വെറും കാറ്റുകൊണ്ട് നിറച്ച ബലൂണാ, ബലൂൺ. മിലാവട്ട് റാം, ഇവരെല്ലാവരോടും ഒരു ഹായ് പറഞ്ഞേക്ക്. മിലാവട്ട് റാം, താങ്കൾ ഇന്ന് പിടിക്കപ്പെട്ടിരിക്കുന്നു. അത് ഞാൻ വെറുതെ രാവിലെ സമയത്ത് കാറ്റ് കൊള്ളാൻ വേണ്ടി ഇറങ്ങിയതായിരുന്നു. വാച്ചിങ് ഒരു എക്സസൈസ് ആവട്ടെ എന്ന് കരുതി. ആരോഗ്യത്തിന് നല്ലതല്ലേ? വെള്ളത്തിൽ മായം ചേർക്കാൻ വന്നിരിക്കുന്ന ഒരുത്തൻ മിലാവട്ട് റാം ഇനി ജയിലിൽ ചെന്നിരുന്ന് മായം ചേർക്കും. ഓടിക്കോ! ഗുഡ് ബൈ. ഇനി നമ്മൾ ഒരിക്കലും തമ്മിൽ കാണില്ല. നിങ്ങൾ എന്തായി ചെയ്യുന്നേ? വിട്. പോലീസ് മാഡം, ഇവനിങ്ങനെ വിട്ടേക്കാൻ പറയാ. എന്നാ വിട്ടേക്കാം. ആ വിട്ടേക്കടാ. എന്താ മിലാവട്ട് റാമേ, അത് ഒറിജിനൽ ടാറാണോ? ആ ടാറിൽ ആരും ഒരു മായവും ചേർത്തിട്ടില്ല. പിന്നെ താനിങ്ങനെ ഞങ്ങളുടെ വഴി ബ്ലോക്ക് ചെയ്യുന്ന ഞാനൊന്ന് നോക്കട്ടെ. പറയടോ. Good play. രക്ഷപ്പെട്ട് എങ്ങോട്ടാടാ ഓടുന്നത് ചക്ക? ഞങ്ങളോട് ഉടക്കാൻ വന്ന ഉടച്ച കൈ തരും ഞങ്ങള്. ഏത് കൊലകൊമ്പനെ മുട്ടുകുത്തിക്കോ ഈ അമ്മാവനും അനന്തരവനും. നീ എന്റെ ജോലി തടസ്സപ്പെടുത്തുവല്ലേ? ഞാൻ നിന്നെ വെറുതെ വിടാൻ പോകുന്നില്ലടാ. മിലാവട്ട് അങ്കിൾ, എന്നെ വന്നൊന്ന് പിടിച്ചേ. വാ വാ. ഹേ മിലാവട്ട് റാം, എന്നെ വന്നൊന്ന് പിടിച്ചേ. പിടിക്ക് 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 നോക്കട്ടെ.
അതെന്തായാലും കലക്കി. നല്ല ഉഗ്രൻ ഐഡിയ ആണ് കേട്ടോ. ആരാണോ വഴി ഡാമേജ് ആക്കിയത് അവനെ കൊണ്ട് തന്നെ എല്ലാ റോഡും ശരിയാക്കി. ഐ ശരിക്കും കൊള്ളാം ട്ടോ. കോജിയുടെ കണ്ടുപിടുത്തവും പിന്നെ അനന്തരവന്റെ ബുദ്ധിയും കിടിലം തന്നെ. അതെ മിലാവട്രാമേ, നിന്റെ ഈ കഠിനാധ്വാനം കാരണം ഫണ്ടൂഷ് നഗറിലെ എല്ലാ റോഡുകളും കിടുക്കാച്ചിയായിട്ടുണ്ട്. ആ, ഏ. നിയമത്തിന്റെ കയ്യിൽ നിന്നും പോലീസിന്റെ തൊഴിയിൽ നിന്നും ഇനി ആർക്കും രക്ഷയില്ല. ഏ, ഇനി മിലാവട്രാം ഏതൊരു കാര്യത്തിലും വായ ചേർക്കില്ല. ഇനി ഞാൻ ഒരിക്കലും ആരുടെ വഴിയും ബ്ലോക്ക് ചെയ്യത്തേയില്ല. മതി മതി, ഇനി അതൊക്കെ ജയിലിൽ ചെന്നിട്ട് പറഞ്ഞാ മതി. നടക്കടോ. ഉപ്പ് തിന്നവൻ വെള്ളം കടിക്കും. ഓക്കെ അല്ലേ മാമാ? അതെ പെർഫെക്റ്റ്. ഓക്കേ.